പത്തനാപുരം ചണ്ണക്കാമണ്ണിൽ മണിക്കൂറുകളോളം ഭീതി വിതച്ച രാജവെമ്പാലയെ പാമ്പ് പിടുത്ത വിദഗ്ധൻ മുരുകൻ പിടികൂടി. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കറവൂർ അച്ചൻകോവിൽ റൂട്ടിൽ പെരുന്തോയിൽ ചണ്ണക്കാമൺ ഭാഗത്താണ് രാജവെമ്പാലയെ കണ്ടത്. രാവിലെ 7 മണിയോടെ പ്രദേശവാസി തങ്കപ്പനാണ് ആദ്യം പാമ്പിനെ കണ്ടത്. പ്രദേശത്ത് പാമ്പുകളെ കാണുന്നത് നിത്യസംഭവമായതിനാൽ ആദ്യം കാര്യമായി ശ്രദ്ധിച്ചില്ല. എന്നാൽ പാമ്പിന്റെ നീളം സംശയമുണർത്തിയതിനെ തുടർന്ന് നാട്ടുകാർ തടിച്ചുകൂടി. രാജവെമ്പാലയാണെന്ന് മനസ്സിലാക്കി ഇതിനെ അച്ചൻകോവിൽ പ്രധാന പാതയിലെ കലുങ്ങിനടിയിലേക്ക് ഓടിച്ചു കയറ്റി. ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഇവർ എത്താൻ വൈകിയതിനാൽ നാട്ടുകാർ തടിച്ചുകൂടി ബഹളം വെച്ചു. ഇതേ തുടർന്ന് ഗതാഗതം അരമണിക്കൂർ സ്തംഭിച്ചു. മുമ്പും വനമേഖലയിൽ രാജവെമ്പാലയെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പിടികൂടുന്ന പാമ്പിനെ സമീപത്തു തന്നെ ഫോറസ്റ്റ് അധികൃതർ ഉപേക്ഷിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ജനവാസ മേഖലയിൽ അടുത്ത സമയത്തായിട്ട് കാണപ്പെടുന്ന 4ാമത്തെ രാജവെമ്പാലയാണ്. നമ്മുടെ പരിസര പ്രദേശത്തിടാതെ ഉൾവനത്തിൽ കൊണ്ടുവിടുക, ആള് താമസമില്ലാത്ത. ഇതിപ്പോ ഈ അടുത്ത വനങ്ങളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ ഇത് ഇവിടെ തന്നെ വരും. സംഭവം അറിഞ്ഞ് പാമ്പിനെ കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കം വൻ ജനാവലി തടിച്ചുകൂടി. DFO ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കൊല്ലത്ത് നിന്നും എത്തിയ പാമ്പ് പിടുത്ത വിദഗ്ധൻ മുരുകൻ 2 മണിയോടെ പാമ്പിനെ ചാക്കിലാക്കി. തുടർന്ന് ശെന്തുരുണി വനമേഖലയിലെ വിജനമായ സ്ഥലത്ത് തുറന്നുവിട്ടു. പിടികൂടുന്ന പാമ്പുകളെ ജനവാസ മേഖലയിൽ തന്നെ തുറന്നുവിടുകയാണെന്ന നാട്ടുകാരുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് DFO ഹരികൃഷ്ണൻ പറഞ്ഞു. അങ്ങനെയുള്ള പാമ്പുകളെല്ലാം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചാലുടൻ വിഷപ്പാമ്പിനെ പിടിക്കാനായിട്ട് വിദഗ്ധരായ ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ ഉപയോഗിച്ച് പിടിച്ച് ഉൾവനത്തിലാണ് വിടാറ്. അതുപോലെ തന്നെ ഈ സമീപ പ്രദേശത്ത് തന്നെ വിടുന്നു എന്നുള്ള ആരോപണം ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് വളരെയേറെ ശുഷ്കാന്തി കാണിച്ചാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ സമീപ പ്രദേശത്തിന് തുറന്നു വിട്ടാൽ വീണ്ടും അതാത് മേഖലയിലെ ആൾക്കാർക്ക് തന്നെ ശല്യം. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷപ്പാമ്പുകളെ പിടിച്ച് എല്ലാ പ്രാവശ്യവും തന്നെ ഉൾവനങ്ങളിലാണ് വിടാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.